സർക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ആരായാലും സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. അല്ല, ഏത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ നടപടി ഉണ്ടാകും. ഇപ്പൊ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായും വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച് കോടതി പറഞ്ഞില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിന്റെ ബേസിസിൽ ശക്തമായ നടപടി ഇപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിച്ച് അങ്ങനെ ചെയ്താൽ പോലെ അതല്ലല്ലോ. അപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു. അവരതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ്. ആ ഫാക്ടുകൾ പുറത്തു വരട്ടെ. എന്താണ് എന്നുള്ളത് വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. വന്നിട്ട് റിപ്പോർട്ടിന്റെ ബേസിസിൽ ശക്തമായ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഞങ്ങള് അതെ തീർച്ചയായിട്ടും ക്രൈമിന്റെ നേച്ചറൊക്കെ മാറിപ്പോയല്ലേ. ഇപ്പൊ പഴയ പോലുള്ള ക്രൈം അല്ലല്ലോ. ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക പരിശീലനവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യും. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് സൈബർ ഡോം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പോലീസിന്റെ എണ്ണം കുറവാണ്. പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 1:9 ആണ് അല്ലേ. ആവശ്യമുണ്ട് സർ. വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്യും. ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റ് പോലീസ് ഉറപ്പുവരുത്തും. അവിടെ കിടന്നോട്ടെ. ഇപ്പൊ കെട്ടി വിളിച്ചോണ്ട് പോയില്ലേ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങള് സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്. ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിഡ്രോ ചെയ്തു. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവരെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇപ്പം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനും മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുക. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി M. ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്.
ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത്. ഇന്നലെ പാറയ്ക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാകുമോ എൻ്റെ നോക്കട്ടെ, പരിശോധിച്ചു. അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SI-മാർക്കായിരുന്നു സ്റ്റേഷന്റെ ചുമതല. അപ്പൊ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുമായിരുന്നു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷന്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണമാണ്. അപ്പൊ അത് പോലീസിങ്ങിൽ അത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ലെന്നാണ് പലരും ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു 5-അംഗ കമ്മിറ്റി DGP നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം പഠിച്ച് ഒരു തീരുമാനം. മന്ത്രിമാരും മുഖ്യമന്ത്രി മറ്റ് നേതാക്കന്മാരുടെയും കേസുകളിൽ കാണിക്കുന്ന ജാഗ്രത പാവപ്പെട്ടവർക്ക് കൂടി കാണിക്കണമെന്നല്ലയോ പറഞ്ഞത്? സാധാരണക്കാർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിന്റെ കാര്യത്തിൽ എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പൊതുനയം, പോലീസിന്റെ പൊതുനയമായ അതാണ് അത്. പക്ഷെ അതിനു വേണ്ടി ഇവർക്ക് വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കും. അവർക്ക് ട്രെയിനിങ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. അത് കൂടി കൊടുത്താലേ അവർക്കത് പൂർണ്ണമായി ചെയ്യാൻ പറ്റുള്ളൂ. അനങ്ങരുത് അനങ്ങരുത്. എന്തിനങ്ങോട്ട് അതിൽ നേരത്തെ കോർപ്പറേഷൻ കുബേര അടക്കമുള്ള പദ്ധതികൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ ലഹരി മാഫിയയെ നിയന്ത്രിക്കാനുള്ള